എന്നെ ടെൻഷൻ അടിപ്പിക്കില്ലട്ടോ. ചേട്ടൻ ഉണക്കം വിട്ടാണ്ടൊന്നും കൊച്ചു സത്യം പറയത്തില്ല. പറഞ്ഞോ ഓക്കെ, ചേട്ടൻ പറയണേ ചേട്ടെ. ചേട്ടന്റെ അടുത്ത് അവരെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ മോളെ കൊണ്ട് ഐസ്ക്രീം ചോക്ലേറ്റ് മേടിച്ചരാ. ഓക്കെ, നിന്നെ കണ്ടല്ലേടാ ഈ ചെറുക്കൻ പഠിക്കണേ അല്ലേ? നിന്റെ ഇടയിൽ പഠിക്കണത് നിന്നെ കണ്ടല്ലേടാ? എന്താടാ നോക്കണേ? നിനക്ക് ബിയർ വേണോ? വേണ്ടോടാ, പറയടാ. ചെറുതിറങ്ങിയിട്ടുണ്ട്, ചെറുതിറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും കല്ലൂല നിൽക്കുന്നേ കണ്ടില്ല? അവളെ കൊണ്ട് വന്ന് നിൽക്കുന്ന നിപ്പ് നിങ്ങൾക്കൊന്നും പറയാനില്ലേ? എന്താ ദേവി, എന്ത് വിദ്യ, എന്നെ എന്തിനാ ഇതൊക്കെ കാണിക്കുന്നേ? എടി മോളെ, നീ ഒന്ന് സഹിക്ക്. എല്ലാ വേദനയും നെഞ്ചിലൊതുക്കി അവൻ നിക്കണ കണ്ടില്ലേ? എന്നിട്ട് മാപ്പ് പറയണം. പടവലം കുടുംബത്തോട് മൊത്തം മാപ്പ് പറയണോ? അത് ആ കുട്ടൂസിന്റെ ടാഗിനടുത്ത് മാപ്പ് പറഞ്ഞാൽ മതിയാ? കളിയാക്കല്ലേ? അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ഇന്നലെ കാണിച്ചത് ഭയങ്കര വലിയ തെറ്റ് തന്നെ. ഞാൻ വല്ല വിളിച്ചു പറയും. മേഡം നെല്ലിപ്പലക ചവിട്ടി നിൽക്കണേ. ഞാൻ എവിടെ നോക്കട്ടെ? എന്തോന്ന് നെല്ലിപ്പലക? കൊണ്ടുപോകും. അത് ശരി. അപ്പൊ എന്റെ നല്ലോണം നനഞ്ഞു പുതുങ്ങോട്ടെന്നല്ലേ? കൊള്ളാലോ. നീയെ കൊണ്ടുവന്നിട്ട് എല്ലാരും ഇറങ്ങി പോകണമെന്ന് ചേച്ചി ഞങ്ങളുടെ ആവശ്യപ്പെടുന്നേ. അത് തന്നെ. ചേച്ചിയുടെ ഭാവം കണ്ടു തോന്നുന്നു നമ്മളെ ചേച്ചിയുടെ ഡ്രസ് ഇട്ടുകൊണ്ട് കോളേജിൽ പോകണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലേ? ചേച്ചി ഡ്രസ് ഇട്ടോണ്ട് പോകണ്ടെന്ന് നിങ്ങളൊക്കെ ചെറുവല്ല പോലും ഇറക്കിയില്ലല്ലോ. അത്രയും വലിയ അടിയോടെ ഞങ്ങളൊരു ചെറുവല്ല എനിക്ക് എന്ത് കാണാൻ? ഞങ്ങക്ക് സന്തോഷമായി. ആ ശരി ശരി. അതെ, നീയാണെന്ന് ഞാൻ പറഞ്ഞല്ല. അച്ഛൻ ഒന്ന് ചോദിക്കട്ടാ, നിനക്ക് അച്ഛനെയാണോ അമ്മയാണോ കൂടുതൽ ഇഷ്ടം? എന്തൊരു ചോദ്യം. അച്ഛനെ അറിയാല, അമ്മയെ തന്നെ. അച്ഛനെ വാങ്ങിക്കാൻ പറ്റൂ. അത് കഴിഞ്ഞാലോ? അത് കഴിഞ്ഞാൽ എങ്ങനെയും ജീവിച്ചോളാം. പിന്നെ നിങ്ങള് അച്ഛന്റെ അമ്മയുടെ സ്വത്ത് ദൈവമേ ആഗ്രഹിച്ച് ജീവിക്കുകയേ ചെയ്യരുത്. അല്ല അച്ഛൻ, അതിന് ഞങ്ങൾ പൊട്ടന്മാരൊന്നുമല്ല. നിങ്ങളെ വസ്തു ഒരിക്കലും ഒന്നിനും ഗുണകൂടാൻ പോകില്ല. സംസാരിക്കാതെ നടന്നൂടാ. ക്ഷേത്ര നാടകല്ലേ, പതുക്കെ സംസാരിക്കണം. അതെങ്കിലും ഓർമ്മയുണ്ടല്ലോ. എന്തോ അല്ല ഈ പറഞ്ഞതേ, അതെങ്കിലും ഓർമ്മയുണ്ടല്ലോ. ബാലുവിന് എല്ലാം നല്ല ഓർമ്മയുണ്ട്. നിൽക്കുന്ന സ്ഥലവും ദിശയും ഒക്കെ നല്ല വ്യക്തമാണ് ബാലുവിന്. പക്ഷെ അച്ഛാ, രാവിലെ കിഴക്കേ അച്ഛൻ നിൽക്കുന്ന വാഴ മാത്രം തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോ. കഷ്ടം. കാര്യാക്കണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് സമാധാനിപ്പിച്ച് അങ്ങനെ ആ പ്രശ്നമൊക്കെ തീർന്നെന്ന് പറയാ. ഇതിലെ രസമൊന്നുമല്ല മക്കളെ. അവക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്താ പറ്റിയെന്നുള്ളത്. സോപ്പിട്ട് മീൻ കഴിക്കാതെ അത് കഴിക്കാൻ കൊള്ളൂ. അമ്മ ഭയങ്കര പാവമാണല്ലേ അച്ഛാ? പാവാ, 55 വർഷമായിട്ട് എന്നെ സഹിക്കുകയല്ലേ മക്കളെ. അതെ. ഇങ്ങനെ ഓരോ കഥകൾ അങ്ങനെ പറഞ്ഞാൽ